അതുപോലെ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുണ്ടാവുന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ മിക്കവാറും എല്ലാ കേസുകളിലും കാണുന്നതാണ്. ഒന്നേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രം കറക്റ്റ് സമയത്ത് ഒഴിക്കാതെ പിടിച്ച് വെച്ച് അങ്ങനെ മീൻസ് ഓഫീസിൽ പോകുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ അങ്ങനെയെല്ലാം നമ്മൾ അങ്ങനെ പിടിച്ച് വെക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന സംഭവമായിട്ട് വരാറുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കറക്റ്റ് വെള്ളം കുടിക്കുന്ന അളവ് കുറയുക, കറക്റ്റായിട്ട് കുടിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ ഇൻഫെക്ഷൻ റിലേറ്റഡ് സംഭവങ്ങൾ കാണാറുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിലേറ്റഡ് സംഭവങ്ങൾ ഉണ്ടാവാം. ഇനി അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കണക്ക് യൂറിനറി കാൽക്കുലൈ, അതായത് റീനൽ കാൽക്കുലൈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിലും ഈ കറക്റ്റ് നേരത്തെ പറഞ്ഞ കണക്ക് പെയിനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ ഈ എങ്ങനെയാണോ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അത് ത്രൂ ഔട്ട് ആ മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന പെയിൻ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ പെയിൻഫുള്ളായിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യുക, ഈ കല്ലൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് യൂറിനേഷൻ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അത് ചിലപ്പോൾ ഡ്രോപ്സ് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ, അതുപോലും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. കല്ല് പുറത്ത് പോകുന്ന സമയത്തും നല്ല പെയിൻഫുള്ളായിരിക്കും. സംടൈംസ് അത് ചെറിയൊരു ബ്ലീഡിങ്ങോട് കൂടിയായിരിക്കും കാണുന്നത്. അങ്ങനെ സിറ്റുവേഷൻസ് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ കേസുകളൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നിസാരം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളെ ഫുഡ്, നമ്മളെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിഡ്നി റിലേറ്റഡ് ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സിംറ്റംസൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൃത്യം അളവിൽ ഇലക്ട്രോലൈറ്റ്സ്, അതായത് സോഡിയം പോലുള്ള ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ബാലൻസ് ചെയ്ത് നിർത്തുന്നതും, അതുപോലെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ബോൺ സ്ട്രെങ്ത് അതെല്ലാം കറക്റ്റ് സ്ട്രെങ്തിൽ വെക്കുന്നതും, അതുപോലെ നമ്മളെ ബ്ലഡ് സെൽസ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, ആ സംഭവത്തിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ കിഡ്നിയുടെ കുറേ ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ കണക്ക് ഫിൽട്രേഷൻ, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിരുന്നാലും ഫിൽട്രേഷൻ ആയിരുന്നാലും മാത്രമല്ല, അവർക്ക് ഇങ്ങനെ കുറച്ച് ജോലികളും കൂടെ അഡീഷണലായിട്ടുണ്ട്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മുടെ കിഡ്നി ചെയ്യുന്നുണ്ട്. അപ്പം കിഡ്നിയുടെ ഫങ്ഷൻ റിലേറ്റഡ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇൻടേൺ അത് മെയിൻലി ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, അതുപോലെ തന്നെ ബ്രെയിനിനെ ബാധിക്കാം, ബ്ലഡിനെ ബാധിക്കാം, ബോൺസിനെ ബാധിക്കാം. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ എല്ലാം ബാധിക്കും. നിസാരം ലങ്സിനെ ബാധിക്കുന്നു എന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കാം? ഈ പറഞ്ഞ കണക്ക് കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്ത് പോയില്ല എന്നിരിക്കട്ടെ, അത് പല ഭാഗങ്ങളിലും തിരിച്ച് റീറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ലങ്സിലും റീറ്റെയിൻ ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ചെറിയ ഒരു ബ്രെത്ത്ലെസ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇൻടേൺ ഒരു കിഡ്നി റിലേറ്റഡ് ഇഷ്യൂ ശ്വാസമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷൻ വരെ പോകുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നമ്മുടെ ഓരോ ഓർഗനെയും ബാധിക്കുമ്പോൾ അത് ഓരോ തരത്തിൽ പുറത്ത് കാണിക്കും, പല ലക്ഷണങ്ങളായിട്ട്. ഈ പറഞ്ഞ കാലിൽ നീര് കയറുന്നതോ അല്ലെങ്കിൽ ഒരു യൂറിനേഷൻ റിലേറ്റഡ് ഇഷ്യൂസോ മാത്രമായിട്ടല്ല ഒരു കിഡ്നി റിലേറ്റഡ് പ്രശ്നം പുറത്ത് വരുന്നത്. അപ്പം ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മളതിന് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കൺസൾട്ട് ചെയ്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഇനി നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ യൂറിനറി ട്രാക്റ്റ്, കിഡ്നി തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ ട്രാക്റ്റും, അതായത് ത്രൂ ഔട്ട് ദ ട്രാക്റ്റ് എവിടെ എന്ത് ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാലും ആ ബ്ലോക്കേജും ഈ പറഞ്ഞ നമ്മുടെ കിഡ്നി റിലേറ്റഡ് ഒരു ഇഷ്യൂയിലേക്ക് മാറുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ചിലപ്പോൾ ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറീസൊക്കെ പെട്ടെന്ന് ഉണ്ടാവാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസ് കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതെല്ലാം ക്രോണിക് സ്റ്റേജസ് ആണ്. എസ്പെഷ്യലി അധികം ഉണ്ടാകുന്നത് ക്രോണിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ഷീണം വന്നു, നമ്മൾ ആവശ്യത്തിന് ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാ നീഡുകളും നമ്മൾ കൊടുത്തിട്ടും ക്ഷീണം മാറുന്നില്ല, അത് ഈ പ്രശ്നം കൊണ്ടാവാം. അതുപോലെ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ദിവസം എന്തെല്ലാം ഫേസ് ചെയ്യുന്നു. പക്ഷേ ഒരേ സിംറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം ദിവസം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റുട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യാം. അതിൽ നമുക്കിപ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലറിയാൻ പറ്റും.
പ്ലസ് അടുത്ത് ചെയ്യേണ്ടത് റുട്ടീൻ യൂറിൻ എക്സാമിനേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, RFT ചെയ്യാന്നുള്ളത്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. അത് ചെയ്യുമ്പോൾ അതിൽ വഴി നമുക്ക് നമ്മുടെ ഫിൽട്രേഷൻ്റെ ഇതിൽ പ്രശ്നമുണ്ടോ, അപ്പോൾ ഫിൽട്രേഷൻ്റെ കാര്യം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് റുട്ടീൻ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് പസ് റിലേറ്റഡ് പ്രശ്നങ്ങളോ ഇൻഫെക്ഷൻസോ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ഇതിലെല്ലാം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുവന്നിരിക്കട്ടെ, വെരി നെക്സ്റ്റ് നമ്മളെ ഡോക്ടർ പറയുക നമുക്കൊരു സ്കാനിങ്ങിന് പോവാം. അതുപോലെ അൾട്രാസൗണ്ട് ആയിരിക്കും, CT സ്കാൻ ചെയ്യാം, MRI ചെയ്യാം. അത് ഇതിലേതാണ് നമ്മുടെ അപ്പോഴത്തെ കണ്ടീഷന് വേണ്ടത്, അക്യുറേറ്റ് ഏതാണെന്നുള്ളത് ആ കൺസേൺ ഡോക്ടർ പറയും, ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് എന്താണ് സംഗതി എന്ന് കണ്ടുപിടിച്ചാൽ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. പക്ഷേ പല ആൾക്കാരും ഒരു പരിധി വരെ പോകും, അതിനപ്പുറത്തോട്ട് എന്തെന്ന് നോക്കി പോകത്തില്ല. പിന്നെ മെഡിസിൻസ് കൊടുത്തു, അസുഖം ഉണ്ടായിരുന്നു, മെഡിസിൻസ് തന്നു, നമ്മൾ കഴിച്ചു, അത് മാറിയോ മാറിയില്ലയോ, അത് അപ്പോഴത്തേക്ക് മാറി നിൽക്കുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പിന്നെ റിവ്യൂ പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബുദ്ധിമുട്ടിയതിൻ്റെ ഇരട്ടി ആയിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ടേണ്ടി വരാം. സോ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കും പോലെ ഇരിക്കും. അപ്പോൾ ഒരു കിഡ്നി റിലേറ്റഡ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടാവാം, അതിന് ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു കോവിഡ് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റ്, കോവിഡ് മുമ്പ് എപ്പോഴോ വന്നിട്ടുള്ള ഒരു ആളാണ്, അങ്ങനെയാണെങ്കിൽ അവരിൽ ഒരു 28% ആൾക്കാർക്കും കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ആ പറഞ്ഞ കേസുകളിലും ഏകദേശം 9% കേസിലോളം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരെ വന്നിട്ടുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. സോ ഇപ്പോൾ നമുക്ക് കൊറോണ വന്നു പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി എനിക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ എന്ന് പല ഡോക്ടേഴ്സും ചോദിക്കുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നേക്കാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയും ഒരു കാര്യമുണ്ട്. പിന്നെ ഇനി ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഒന്ന്, സ്മോക്ക് ചെയ്യുന്നവർ സ്മോക്ക് ചെയ്യാതിരിക്കുക, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് തൽക്കാലം നിർത്തുക. നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമ്മൾ ശരീരത്തിന് ആവശ്യമായ അളവിന് വെള്ളം കുടിക്കുക, കുറഞ്ഞ പക്ഷം ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അത് അത്രയും വലിയ കാര്യം. അത്രയെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയധികം നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഏതൊരു മെഡിസിനും യൂസ് ചെയ്യുന്നതിനൊരു കാലപരിധി ഉണ്ട്. അത് ഏത് സിസ്റ്റത്തിൻ്റെ ഏത് മെഡിസിൻ ആയിരുന്നാലും ശരി തന്നെ. അപ്പം അങ്ങനെ നമ്മൾ ഏതെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അനുഭവത്തോടു കൂടി മാത്രം ചെയ്യുക. കാര്യം പണ്ടുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ചുമ്മാ ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ നിൻ്റെ കിഡ്നിയൊക്കെ അടിച്ച് പോകും എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വെറുതെ പറയുന്നതല്ല, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസ് അത് അപ്പോഴേക്കും 3 ദിവസം കഴിക്കുക, അല്ലെങ്കിൽ 5 ദിവസം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഡോക്ടേഴ്സ് തരിക. ശരി, ഓക്കെ, 5 ദിവസം കഴിച്ചു, അസുഖം മാറി, നമ്മൾ നിർത്തി. സെയിം സിറ്റുവേഷൻ നമുക്ക് കുറച്ച് ദിവസം, ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ വരുന്നു. നമ്മൾ എന്ത് ചെയ്യും, അന്ന് നമുക്ക് എഴുതുന്ന അതേ മരുന്ന് തന്നെ വീണ്ടും കൊണ്ടുപോയി അതേ തുണ്ടല്ലെങ്കിൽ അതേ മരുന്നുകൾ തന്നെ വീണ്ടും കാണിച്ച് മേടിച്ച് നമ്മൾ വീണ്ടും ഈ മെഡിസിൻസ് എടുക്കുന്നു. അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു. പക്ഷേ അന്ന് വന്ന കണ്ടീഷനും ഇന്ന് വന്ന കണ്ടീഷനും സെയിം ആവണമെന്നില്ല. മേ ബി അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വന്നതാണെങ്കിലോ, നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നു, അപ്പോഴത്തേക്ക് ഒരു സിംറ്റമാറ്റിക് റിലീഫ് നമുക്ക് കിട്ടുമായിരിക്കും. മേ ബി റിക്കറൻ്റായിട്ട് വീണ്ടും ഉടനെ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് സ്വയം ചികിത്സ മതിയാക്കിയിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ മുമ്പ് തന്നിട്ടുള്ള മരുന്നിൻ്റെ പിന്നാലെ പോവാതെ, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഡോക്ടേഴ്സിനെ കണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. സോ നമ്മുടെ തലച്ചോറും ഹൃദയവും അല്ലെങ്കിൽ ശ്വാസകോശം പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നി എന്ന് പറയുന്ന അവയവം. അത് 1-ന് 2 ഉണ്ടെങ്കിലും മുമ്പൊക്കെ ഏതെങ്കിലും ഒന്നേ പെട്ടെന്ന് ഫെയിലിയർ ആവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പല കേസുകളിലും 2ഉം ഒരേ സമയം പണിമുടക്കിയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് കിഡ്നിക്ക് റിലേറ്റഡ് ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് എത്രയും വേഗം സോൾവ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് അത് നടന്നില്ല, അതൊരു ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. എത്ര ദിവസം ചെയ്യും?
അത് കഴിയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നും നമ്മളെ ഒരു സാധാരണ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല, എല്ലാവരുടെ ശരീരവും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുമില്ല. സോ ബെറ്റർ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടുപോകാണ്ടിരിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ നമ്മളെ ബോഡിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കുറച്ചധികം കാലത്തേക്ക് നമുക്ക് ഒരു കിഡ്നി റിലേറ്റഡ് ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടോ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരില്ല.